സഞ്ജീവ് വെറുതെ ടി വിയിൽ വന്നിരുന്നിട്ട് തള്ളുകയല്ല വേണ്ടത്. മനസ്സിലായി? ഈ പ്രതികളുടെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകാം. സഞ്ജീവിക്ക് വാ. സഞ്ജീവ് കേൾക്കാൻ കഴിഞ്ഞു ഞാൻ വിചാരിക്കുന്നു. അതായത് വൈശാഖ പറയുന്നുണ്ട്, റഫീഖിന്റെ പേര് പറയുന്നുണ്ട്, എന്നെ വിളിച്ച റഫീഖ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഒരു നിമിഷം. അതായത് എന്നെ വിളിച്ച റഫീഖ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല, നിങ്ങളെ വിളിച്ചല്ലേ ഭീഷണിപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. സഞ്ജീവ് കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ വീണ്ടും പ്ലേ ചെയ്ത് തരാം. ഇല്ല ഒരു കാര്യം പറയാം. അയ്യോ അങ്ങനെയല്ല അത് വഴിയേ അറിഞ്ഞോളൂ. അതൊന്നും കൂടി പ്ലേ ചെയ്യും പ്രൊഡ്യൂസർ. പിന്നെ മറ്റേത് ഞാൻ പറയാം, എന്നോട് ഇവര് പറഞ്ഞിട്ടില്ല, നിങ്ങളോടല്ലേ പറയുന്നുള്ളൂ. എന്നോട് റഫീഖ് വൈശാഖ എന്താ നിന്നെ തടയുന്നവൻ പറയൂല. പിന്നെ എന്നോട് പറഞ്ഞാൽ അതിനുള്ള മറുപടി ഞങ്ങളോട് പറഞ്ഞോളൂ. നിങ്ങളെല്ലാം വിളിച്ച് പറയുന്നത് നമ്മൾ തടയുന്നില്ല, നിങ്ങളോടല്ലേ പറയുന്നത്. അപ്പൊ നിങ്ങളെ കംപ്ലൈന്റ് ചെയ്യാണ്ട്, പിന്നെ മാറെ കൂട്ടി നടക്കുന്നവര് ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. എന്നെ വിളിച്ചിട്ട് റഫീഖ് നീ വൈശാഖ നീ പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം ബാക്കി എന്നാ ചെയ്യേണ്ടത്. ശരി, സന്ദീപ് എന്തെങ്കിലും പറയാനുണ്ടോ? വൈശാഖ എന്നെ വിളിച്ചാണല്ലോ റഫീഖ് ഭീഷണിപ്പെടുത്തുന്നത്, എന്നെയാണെങ്കിൽ എന്നെ വിളിച്ചാണ് റഫീഖ് പറയുന്നെങ്കിൽ ഞാനത് പറ്റില്ല എന്ന് പറയും. നിങ്ങളെ വിളിച്ചല്ലേ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് സഞ്ജീവ് കേൾക്കുന്നുണ്ടല്ലോ. അത് വൈശാഖിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. വൈശാഖിന്റെ സ്റ്റേറ്റ്മെന്റിനെ പക്ഷേ അനീഷ് തള്ളി പറയുന്നില്ല. അല്ല, സ്റ്റേറ്റ്മെന്റുകൾ ഒരാൾ സ്റ്റേറ്റ്മെന്റ് അയാളുടേതായ നരേഷൻ നടത്തുകയാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.